കൃഷ്ണ ഗുരുവായൂരപ്പ. നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങൾ. നമ്മൾ മാർച്ച് 31 മുതൽ ഏപ്രിൽ 11 വരെ 12 സ്കന്ധങ്ങൾ എന്നതുപോലെ 12 ദിവസങ്ങളായി അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം 40ാമത് ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതായ പ്രസിഡന്റ് നാരായണസ്വാമി അവറുകൾക്ക്, അതുപോലെ എൻ്റെ അച്ഛൻ്റെ സഹോദരനായ ഇതിൻ്റെ ചെയർമാനായ അഡ്വക്കേറ്റ് ശ്രീധരൻ നമ്പൂതിരി എൻ്റെ അപ്പനാണ്, അതുപോലെ ഏറങ്കാവിലെ എൻ്റെ സഹോദരൻ കൃഷ്ണൻ നമ്പൂതിരി, അങ്ങനെ പേര് പറയാൻ പറ്റാത്ത ഒരുപാട് പേരുടെ കടപ്പാടുകൾ ആണ് ഇപ്പോൾ ഈ സ്ഥലത്ത് ഇരിക്കാൻ ഇങ്ങനെ ഒരു അനുഗ്രഹം. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഓർക്കുന്നത് 2005 അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കവടിയാർ കൊട്ടാരത്തിൽ നിന്നും അശ്വതി തിരുനാൾ തമ്പുരാട്ടി ഗജേന്ദ്രമോക്ഷം പറയാൻ നോട്ടീസിൽ പേര്. പക്ഷേ രാത്രി 10:30 രാധാകുമാരി സാറിൻ്റെ മകൻ ജയകുമാർ വീട്ടിൽ ഇല്ലത്ത് വന്ന് വിളിക്കുകയാണ്, തോട്ടശ്ശേരി വീട്ടിൽ വന്ന് വിളിക്കുകയാണ്, നാളെ രാവിലെ 8:30 ഗജേന്ദ്രമോക്ഷം പറയാൻ വരണം എന്ന്. അങ്ങനെ അഖില ഭാരത സത്രം 2005 ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ ഗജേന്ദ്രമോക്ഷം പറഞ്ഞ എന്നെക്കൊണ്ട് ഇന്ന് നാരായണസ്വാമി ശ്രീമദ് ഭാഗവതത്തിലെ വളരെ ഗഹനമായ ഒരു ആശയമാണ് തന്നിരിക്കുന്നത്. മഹാപുരുഷ വർണ്ണനം, അതുപോലെ ആദിത്യവ്യൂഹം, 12 രാശികളിലൂടെയുള്ള സൂര്യൻ്റെ സഞ്ചാരം, 333 അധ്യായങ്ങളും ഇതിനും 12ാമത്തെ അധ്യായ സംഗ്രഹവും മംഗളാധ്യായം കൂടെ കഴിഞ്ഞാൽ ഭാഗവത സമാപനമായി. അപ്പോൾ അന്ന് ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഗജേന്ദ്രമോക്ഷം കറിഞ്ഞിറങ്ങുമ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ വരും സ്വാമി അച്യുതഭാരതി സ്വാമിയാർ, അന്ന് ഒറവങ്കര അച്യുതൻ നമ്പൂതിരിയായിട്ടിരിക്കുന്ന സന്ദർഭം. അപ്പം ഞാൻ സ്വാമിയോട് പറഞ്ഞു, സ്വാമി എനിക്ക് പെട്ടെന്ന് വന്ന ക്ഷണമാണ് ഗുരുവായൂരപ്പ, എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, പക്ഷേ ഒന്നും തൃപ്തിയായിട്ടില്ല എന്ന്. അപ്പം സ്വാമി എന്നോട് പറഞ്ഞ ഒരു ശ്ലോകം എൻ്റെ മനസ്സിൽ ഞാൻ കോറിയിട്ടു. പ്രഥമസ്കന്ധം അധ്യായം 18 ശ്ലോകം 23. നഭപദന്ത്യാത്മസമം പദത്രിണ സദാ സമം വിഷ്ണുഗതിം വിപശ്യതാം. അതായത് നഭപദന്ത്യാത്മസമം പദത്രിണ, പദന്തി എന്നുവെച്ചാൽ പറക്കുന്നു, പദത്രിണ പക്ഷികൾ, നഭ ആകാശം, സദാ സമം അതുപോലെ വിഷ്ണുഗതിം വിപശ്യത. ഭഗവാന്റെ കഥകളെ, അതായത് ആകാശത്തിൽ ഗരുഡൻ, ഉയരത്തിൽ പറക്കുന്നു. അടയ്ക്കാക്കുരുവികളെ, കൊച്ചു പക്ഷിക്കുഞ്ഞുങ്ങളൊക്കെ ഗരുഡൻ്റെ അത്രയായിട്ടേ പറക്കൂന്ന് വിചാരിച്ചാൽ പറ്റുമോ? ഇല്ല. അതുപോലെ സദാസമം വിഷ്ണുഗതിയും വിഭജിത. ഭഗവാന്റെ ഗതിയെ പണ്ഡിതന്മാർ, ഇവിടെയല്ലേ എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാർ, അശേഷാനന്ദജി ഉൾപ്പെടെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ, നന്നായി ഭാഗവതം പഠിച്ച പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെ ഇരിക്കുന്ന ഒരു സീറ്റിലാണ് നമ്മളെ ഭഗവാൻ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഏറങ്കാവിലമ്മയുടെ അനുഗ്രഹം, ആനന്ദേശ്വരൻ ഭഗവാന്റെ അനുഗ്രഹം, ശ്രീവല്ലഭൻ്റെ അനുഗ്രഹം, ഗുരു പരമ്പരകളുടെ പിതൃക്കളുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അന്ന് സ്വാമി പറഞ്ഞ വാചകം നമ്മളാൽ പറ്റുന്നത് ഭഗവാൻ, കാരണം ഗുരുവായൂരപ്പനെ പാണ്ഡിത്യമല്ല നോക്കുന്നത്, ഭക്തി അല്ലേ? അതുകൊണ്ട് ഭക്തിയോടുകൂടി ഭഗവാനെ അനുഭവിച്ചു പറഞ്ഞോളൂ എന്ന് സ്വാമിയാർ അധികം നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരും. അപ്പോൾ ആ സ്വാമിയുടെ അടുത്ത് ഇരുന്ന് പറയാനുള്ള ഒരു അവസരം. അപ്പോൾ ഭഗവാന്റെ അപാരമായ കാരുണ്യം, വാത്സല്യം. അപ്പോൾ ആദിനാരായണ മൂർത്തിയായ ഭഗവാൻ പത്മനാഭസ്വാമി തൻ്റെ നാഭീകമലത്തിൽ നിന്ന് വന്ന ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തത് ചതുശ്ലോകി ഭാഗവതം അല്ലേ? അഹമേ വാസമേവാഗ്രി എന്നുള്ള ദ്വിതീയ സ്കന്ധം 9ാം അധ്യായത്തിലെ 4 വരി ശ്ലോകം വിസ്തരിച്ച് പറയുന്നില്ല, എത്രയോ പണ്ഡിത ശ്രേഷ്ഠന്മാർ വിവരിച്ച കഥകളാണ്. പലതായിട്ട് പറയുമ്പോൾ ഒന്നിച്ച് നമ്മളൊന്ന് സംഗ്രഹിക്കുമ്പോൾ ആ പത്മനാഭസ്വാമിയുടെ നാഭീകമലത്തിൽ നിന്ന് വന്ന ബ്രഹ്മാവിന് ചതുശ്ലോകിയായിട്ട് ഉപദേശിച്ചു. ബ്രഹ്മാവ് തൻ്റെ പുത്രനും ശിഷ്യനുമായ നാരദനും ആ 4 വരി തന്നെയാണ് ഉപദേശിച്ചത്. എന്നാൽ ബദരിയാശ്രമത്തിൽ താൻ 17 പുരാണങ്ങൾ എഴുതിയിട്ട് മനസ്സിന് ശാന്തിയില്ല, സമാധാനമില്ല എന്ന് പറഞ്ഞിരുന്നതായ നാരദന് കൊടുക്കുമ്പോൾ, നാരദന് അത് വേദവ്യാസന് കൊടുക്കുകയാണ്. അങ്ങ് എഴുതി, പക്ഷേ അതിലൊക്കെ ധർമ്മം, അർത്ഥം, കാമം ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. എന്നാൽ ഭഗവാന്റെ കഥകൾക്ക്, ഭഗവാന്റെ അവതാര മഹിമകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തുവോ എന്നൊരു സംശയം. അതുകൊണ്ട് ഭഗവാന്റെ ലീലകളെ, ഗോകുല ലീലകൾ, വൃന്ദാവന ലീലകൾ, മധുരാലീലകൾ, ദ്വാരകാലീലകളെ ചേർത്ത് ഭഗവത് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഗ്രന്ഥം രചിക്കൂ
എന്ന് പറഞ്ഞിട്ട് അച്ഛൻ, അതായത് ആദിനാരായണമൂർത്തി ബ്രഹ്മാവിനും ബ്രഹ്മാവ് നാരദനും കൊടുത്ത അത് നാരദൻ വ്യാസന് കൊടുക്കുമ്പോൾ ത്വം വിപുലീകുരു നൃണാം ഭക്തിർ ഭവിഷ്യതി, ഞാൻ തന്ന ഈ 4 വരിയെ വിപുലീകരിക്കുക, പക്ഷെ ഒരു കണ്ടീഷൻ, നൃണാം ഭക്തിർ ഭവിഷ്യതി, ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഗ്രന്ഥം രചിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ശ്രീമദ് ഭാഗവതം വേദവ്യാസൻ രചിച്ചത്. എന്നാൽ പുത്രനായ ശ്രീശബ്രഹ്മർഷിയോട് പലതവണ പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന് പഠിക്കാൻ താല്പര്യം ഉണ്ടായില്ല. നമ്മളോടും നമ്മുടെ അച്ഛന്മാർ പറഞ്ഞിട്ടില്ലേ, അമ്മമാർ പറഞ്ഞിട്ടില്ലേ, ഭാഗവതം ഒരധ്യായം വായിക്കൂ. എത്ര പേർക്ക് അതിന് സാധിച്ചു? പക്ഷേ പലരും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാഗവതത്തിലേക്ക് വന്നു, അല്ലേ? ശ്രീശബ്രഹ്മർഷിക്ക് ദശമസ്കന്ധം അധ്യായം 21 ശ്ലോകം 5 ബർഹാപീഠം നടവരബു കർണയോ കർണികാരം ബിഭ്രദ്വാസകനവിശം വൈജയന്തീഞ്ചമാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈർ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീതകീർത്തിം. ഈ ശ്ലോകം കേട്ടപ്പോഴാണ്, അതുവരെ ഞാൻ ആത്മാരാമനായിട്ടിരിക്കുകയാണ്, എനിക്കെന്തിനാണ് ഭാഗവതം? പക്ഷേ ആ തൃക്കാൽ പണച്ച് ഭഗവാൻ നിൽക്കുന്നത് രാസക്രീഡയിൽ മാത്രമാണ്. ഭഗവാന്റെ വിഗ്രഹങ്ങളിൽ പലതിലും നമ്മൾ തൃക്കാൽ രണ്ടും പിണച്ചത്യുഗ്രമലം എന്ന് കാണാം. പക്ഷേ അത് രാസക്രീഡയിൽ മാത്രമാണ് ഭഗവാൻ തൃക്കാൽ പണച്ച് നിൽക്കുന്നത്. ആ രൂപമാണ്, അല്ലേ? കണിക്കുന്നുകൊണ്ടുള്ള കടുക്കനൊക്കെ ഇട്ട് വൈജയന്തിമാലയും ധരിച്ച് ഗോപ സമൂഹങ്ങളോടൊപ്പം വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ച ഭഗവാന്റെ മോഹന രൂപം. ഈ രൂപം കേട്ടപ്പോഴാണ് തനിക്കും ഭാഗവതം പഠിക്കണം എന്ന ആഗ്രഹമുണ്ടായതും. ഒരു തവണയോ കേട്ടപ്പോഴേക്കും ശരീരം രോമാഞ്ചകഞ്ചിതനായി. രണ്ടാമത് ആനന്ദാശ്രു പൊഴിച്ചു. മൂന്നാമത് അച്ഛനോടൊപ്പം വേദവ്യാസനോടൊപ്പം ശ്രീശബ്രഹ്മർഷിയും ഭാഗവതം പാടി. എന്നിട്ട് അച്ഛൻ മകനോട്, ശ്രീശബ്രഹ്മർഷിയോട് പറയാണ്, ഞാനിത് പറഞ്ഞ് ഗണപതിയെ കൊണ്ട് എഴുതിപ്പിച്ചു, പക്ഷേ ഇത് ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതായ ദൗത്യം നിന്നിലേൽപ്പിച്ചു. അതെ, എൻ്റെ അച്ഛൻ്റെ 61ാം പിറന്നാളിന് ഞങ്ങളുടെ നാലുകെട്ടിൽ തളത്തിൽ നടന്നതായ സപ്താഹം ഇന്ന് ഈ 61, എനിക്ക് 61 ആയപ്പോൾ 40ാം സത്രമായിട്ട് ഇവിടെ വന്നപ്പോൾ അച്ഛൻ ഏൽപ്പിച്ച ഒരു ദൗത്യം എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ശ്രീശബ്രഹ്മർഷി വന്ന പരീക്ഷത്തിന് ദശകം കഴിച്ച് മരിക്കുമെന്ന്, 7ാം ദിവസം ദശകം കഴിച്ച് മരിക്കുമെന്ന് ശാപം കിട്ടിയതായ പരീക്ഷത്തിന് വേണ്ടി ശ്രീശബ്രഹ്മർഷി ഭാഗവതം പാടി. അങ്ങനെ ഭാഗവതം പാടിയതുകൊണ്ടായില്ലല്ലോ, അന്നവിടെ ശ്രദ്ധയോട് കേട്ടതായ സൂതമഹാശ്യൻ എവിടെ എത്തിച്ചേരുന്നു? നൈമിഷാരണ്യത്തിൽ എത്തിച്ചേരുന്നു. നൈമിഷാരണ്യത്തിൽ എത്തിച്ചേർന്ന സൂതനെ സൂതസൂത മഹാഭാഗ കാല് കഴിയിച്ച് അഭിവാദ്യം ചെയ്തിട്ട് മമ കർണരസായനം, കർണത്തിന് രസമാവുന്ന വിധത്തിൽ ഭാഗവതം പറയൂ എന്ന് പറയുകയാണ്. അങ്ങനെ പരീക്ഷത്തിന് വേണ്ടി കൊടുത്തപ്പോൾ ശ്രദ്ധയോടെ കേട്ടതായ സൂതൻ നൈമിഷാരണ്യത്തിൽ ശൗനകാദി മഹർഷീശ്വരന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ആശയങ്ങളെല്ലാം ഒന്ന് തന്നെ, വക്താവ് മാറുന്നു, ഇല്ലേ? ഇവിടെ ഈ വേദി ഒന്ന് തന്നെ, വക്താവ് മാറുന്നു. രാവിലെ വെളുപ്പിനെ 5 മണിക്ക് വിഷ്ണു സഹസ്രനാമത്തോടുകൂടി നാരായണസ്വാമിയുടെ നേതൃത്വത്തിൽ ഭാഗവത പാരായണം. അത് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് പണ്ഡിത ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ വിവിധ വിഷയങ്ങളെ അനുസന്ധാനം ചെയ്ത് പ്രഭാഷണം ചെയ്യുന്നു. അപ്പോൾ വക്താവ് മാറാം, ശ്രോതാവ് മാറാം. നൈമിഷാരണ്യം ഇപ്പോൾ തിരുവല്ല കാവും ഭാഗത്തേക്ക് മാറി, വക്താക്കൾ മാറി, ശ്രോതാക്കൾ മാറി, പശ്ചാത്തലം മാറി, പക്ഷേ ആശയം ഒരിക്കലും മാറുന്നില്ല. അങ്ങനെ എന്തൊക്കെയാണോ പരീക്ഷത്തിന് ശ്രീശബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തത്, എന്തൊക്കെ ചോദ്യങ്ങൾ പരീക്ഷത്ത് ചോദിച്ചുവോ അതൊക്കെ സൂതനോട് ശൗനകാദികൾ ചോദിക്കുകയാണ്. ശൗനകാദികൾക്കൊന്നും അറിയാത്തതുകൊണ്ടല്ല കേട്ടോ. ശൗനകാദികൾ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ അരച്ചു പലക്കി കുടിച്ച് എത്രയോ 10,000-കണക്കിന് ശിഷ്യന്മാരെ സ്വന്തം ആശ്രമത്തിൽ താമസിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന വലിയൊരു ശിഷ്യ പരമ്പരയാണ് ശൗനകാദി മഹർഷീശ്വരന്മാർ. അപ്പോൾ അവരെ ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിച്ചു വന്നു. അവസാനമാണ് മാർക്കണ്ഡേയ ചരിതം, ഇല്ലേ? വാഗർത്ത വിവസംരക്തവും വാഗർത്ത പ്രതിപത്തേ ജഗതപിതരവും വന്ദേ പാർവതി പരമേശ്വരവും. അതെ, എൻ്റെ ഹസ്ബൻഡ് നമ്പൂഴിയുടെ കുടുംബ പരദേവതയാണ് ചെങ്ങന്നൂരമ്മ, ചെങ്ങന്നൂർ മഹാദേവൻ. അമ്മ തൃപ്പൂത്ത, നമ്മുടെ സപ്താഹത്തിനിടെ സത്രം തുടങ്ങിയ ഇടയ്ക്ക് തന്നെ അമ്മയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന തൃപ്പൂത്താറാട്ടും ഒക്കെ ഇതിനിടെ നടക്കുകയുണ്ടായി. അപ്പോൾ ആ ചെങ്ങന്നൂരമ്മയുടെ അനുഗ്രഹവും എല്ലാം ഭഗവാന്റെ കാരുണ്യം. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? പരീക്ഷിത്ത് മഹാരാജാവിന് വേണ്ടി നമ്മൾ ഏകാദശ സ്കന്ധത്തിൽ കണ്ടു, 27ാമത്തെ അധ്യായത്തിൽ താന്ത്രിക വിധി ക്രിയാപൂജ ഒക്കെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ ശിരോമൽപാദയോ കൃത്വ ബാഹുഭ്യാം ച പരസ്പരം പ്രപന്നം പാഹിമാമീശ ഭീതം വൃത്തിഗൃഹാർണവൽ. എവിടെയാണോ നമസ്കരിക്കുന്നത്
അവിടെ എല്ലാം പൊന്നുഗുരുവായൂരപ്പൻ്റെ തൃപ്പാദാരവിന്ദം എന്ന ഭാവത്തോടുകൂടി സ്മരിക്കാറാവുക എന്ന് പറഞ്ഞിട്ടാണ് ഏകാദശ സ്കന്ധം 27 കാണാം. ഇവിടെ ചോദിച്ചത് ശൗനകോവാച അധമേമമർത്ഥം പൃച്ഛാമോ ഭവന്തം ബഹുവിത്തമം സമസ്ത തത്രരാധാതെ ഭവാൻ ഭാഗവത തത്വവിത്ത്. അപ്പോൾ തന്ത്രവിധി പ്രകാരം ഭഗവാനെ ആരാധിക്കുമ്പോൾ ഭഗവാന്റെ അംഗോപാംഗങ്ങൾ, അതായത് കരചരണാദി അവയവങ്ങളും അതുപോലെ കൗസ്തുഭാദി ആഭരണങ്ങളും ഗരുഡാദി ഉപാംഗങ്ങളും ഒക്കെ ഏതേത് തത്വം കൊണ്ടാണ് കൽപ്പിക്കുന്നത്. പിന്നെ ഈ ഭഗവാന്റെ താന്ത്രിക വിധി പ്രകാരം ഉപാസന ചെയ്യുന്നവർക്ക് എങ്ങനെ ആത്മസാക്ഷാത്കാരം ഉണ്ടാവും? ഈ ചോദ്യം സൂതൻ ശൗനകാദികൾ ചോദിക്കാം. ഇതേ ചോദ്യം തന്നെ പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീശബ്രഹ്മശിയോട് ചോദിച്ചുവല്ലോ, അത് ഞങ്ങൾക്ക് വിസ്തരിച്ച് കേൾക്കണം. അപ്പോഴാണ് വൈദിക വിധിപ്രകാരമുണ്ട് മന്ത്രങ്ങളുണ്ട്, അതുപോലെ താന്ത്രികമായിട്ടുണ്ട്, പിന്നെ രണ്ടും മിശ്രമായിട്ടുണ്ട്. വൈദികം എന്ന് പറയുമ്പോൾ നമ്മൾ പുരുഷ സൂക്തം ഇല്ലേ, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാൽ എന്ന പുരുഷ സൂക്തത്തിൽ പ്രതിപാദിക്കുന്ന ഭഗവാന്റെ വിരാട് രൂപത്തിലുള്ളത്. അത് പുരുഷ സൂക്തം കൊണ്ട് നാരായണ സൂക്തം കൊണ്ടൊക്കെ ഭഗവാനെ ഉപാസന ചെയ്യാൻ സാധിക്കും. പിന്നീട് തന്ത്രശാസ്ത്ര വിധി പ്രകാരം വിഗ്രഹപ്രതിഷ്ഠ, വിഗ്രഹങ്ങളിലൂടെ നമ്മൾ ആരാധിക്കുന്നതാണ് താന്ത്രിക വിധി പ്രകാരമുള്ള പൂജ. അപ്പോൾ വൈദികമായിട്ടൊക്കെ ആവുമ്പോൾ ഫലം ചിലപ്പോൾ പതുക്കെ ആവും, പക്ഷേ അത് സ്ഥിരമായിട്ട് നിൽക്കും. എന്നാൽ ചിലപ്പോൾ തന്ത്രശാസ്ത്ര വിധിപ്രകാരം നമ്മൾ വെച്ചാൽ ഫലം പെട്ടെന്ന് കിട്ടുമായിരിക്കാം, പക്ഷേ ശാശ്വതമായിരിക്കില്ല. പിന്നെ വൈദികവും താന്ത്രികവുമായി മിശ്രിതമായിട്ടുള്ള വൈദിക തന്ത്രങ്ങളെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതിനു വേണ്ടി വിരാട് സ്വരൂപം വർണ്ണിക്കാം. അപ്പം നമ്മൾ കണ്ടു ദ്വിതീയ സ്കന്ധം അധ്യായം 1 കാണാം. പാതാളമേദസ്യകി പാദമൂലം വടന്തി പാഷ്ണി പ്രഭതേ രസാതലം ഇല്ലേ. 14 ലോകങ്ങളിലായി പൂർവസ്വ എന്ന് പറയത്തില്ലേ, അതുപോലെ ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. ഭൂമിക്ക് മേളിലോട്ട് 7 ലോകങ്ങൾ, ഭൂമിക്ക് താഴോട്ട് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. ഇങ്ങനെ ഭൂമിക്ക് 7 ലോകം മേളിലോട്ടും ഭൂമിക്ക് താഴോട്ട് 7 ലോകങ്ങൾ. ഈ 7 ലോകങ്ങളിലായിട്ട് 14 ലോകങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ഭഗവാന്റെ വിരാട് പുരുഷത്തെ, കാരണം അവിടെ ശ്രീശബ്രഹ്മർഷിയോട് പരീക്ഷിച്ച് ചോദിച്ചു, കാരണം താൻ എന്താണ് ചെയ്യേണ്ടത്? 7-ാം ദിവസം ദശകൻ വരും അല്ലേ, അതിനു മുമ്പ് എന്താണ് ഒരു മനുഷ്യജീവന് സാധിക്കാനുള്ളത്? ഏതാവാൻ സാങ്കേയോഭാപ്യാം ഭരധർമ്മ നിമിഷ്ടയാം ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. എല്ലാ ജീവനും ഇന്നലെ നാളെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഭഗവത് സ്മരണയോടുകൂടി ശരീരം ഉപേക്ഷിക്കാൻ കഴിയുക. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി, അതിലേക്ക് എത്തിച്ചേരുകയാണ് ഒരു ജീവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് വിരാട് സ്വരൂപം വർണ്ണിക്കാം എന്ന് പറഞ്ഞിട്ട് അത് ആ താന്ത്രിക മാർഗത്തിലുള്ള വിധിപ്രകാരം ഉപാസന ചെയ്യുമ്പോൾ മർത്യൻ അമർത്യനായിട്ട് തീർന്നു, നരൻ നാരായണനായിട്ട് മാറുന്നു, മനുഷ്യൻ മാധവത്വത്തിലേക്ക് ഉയരുന്നു എന്ന് പറഞ്ഞിട്ട് ആ വിരാട് സ്വരൂപം വർണ്ണിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇത് ഗുരു ഉപദേശം കൊണ്ട് മാത്രമേ നമുക്കിത് ശരിക്കും മനസ്സിലാവുകയുള്ളൂ എന്ന് സൂചിപ്പിച്ചിട്ട് എന്താ നാരായണം നമസ്കൃത്യ നരഞ്ജൈവ അല്ലേ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയിൽ വ്യതിവിശാലിക്കീ ജയ് അല്ലേ. അങ്ങനെ നരനാരായണ മൂർത്തിയായ ഗുരു പരമ്പരകളെ നാരായണം, പത്മഭുവം, വസിഷ്ഠം, ശക്തിം ച തൽപുത്ര പരാശരം ച വ്യാസം, ശുഗം, ഗൗഡപാദം, മഹാന്തം, ഗോവിന്ദ യോഗീന്ദ്ര മദാസ്യ ശിഷ്യം, ശ്രീ ശങ്കരാചാര്യ മദാസ്യ പത്മപാദശ ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്യകാര്യമന്യാൽ അസ്മൽ ഗുരും സന്തതം മാനതോസ്മിൻ. അങ്ങനെ ഗുരു പരമ്പരകളെയൊക്കെ സ്മരിച്ചിട്ട് പ്രകൃതി, പുരുഷൻ, സൂത്രാത്മാവ്, മഹത്തത്വം, അഹങ്കാരതത്വം ഇവയെല്ലാം നിന്ന് ആ വിരാട് പുരുഷനുണ്ടായത് വർണ്ണിക്കുകയാണ്. അപ്പോൾ മഹത്തത്വം എന്ന് പറയുമ്പോൾ എത്രയോ ദിവസങ്ങളായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. പഞ്ചഭൂതങ്ങൾ 5, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, പഞ്ചഭൂതങ്ങൾ 5, ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങൾ, പഞ്ചതന്മാത്രകൾ, അതുപോലെ മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം,
പഞ്ചേന്ദ്രിയങ്ങൾ 5 അല്ലേ, അതുപോലെ കർമ്മേന്ദ്രിയങ്ങൾ 5, ഇതെല്ലാം കൂടെ ചേർന്ന് 25 തത്വങ്ങൾ. ഇതിൽ നിന്ന് ഭഗവാൻ വിരാട് പുരുഷനായിട്ട് വിരാട് സ്വരൂപ വർണ്ണന ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഭഗവാന്റെ പാദം ഭൂമിയിലാണ്. പാദം ഭൂമിയെ ചവിട്ടുമ്പോൾ അല്ലേ, പ്രഭാതത്തിൽ എണീറ്റ് കരാഗ്രവസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം. അവരവർ ചിന്തിക്കുക, പ്രഭാതത്തിൽ എണീറ്റ് എത്ര പേര് അവരവരുടെ കൈ അവരവർക്ക് അഭിമുഖമായി വെച്ചിട്ട് ലക്ഷ്മിയെയും സരസ്വതിയെയും ഒക്കെ കാണാൻ സാധിക്കുക, അനുഭവിക്കാൻ സാധിക്കുക, അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക. അത് കഴിഞ്ഞാൽ സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡിതേ വിഷ്ണുഭസ്നീ നമസ്തുഭ്യം പാദസ്പർശനം ക്ഷമസ്വമേ അല്ലേ. എന്താ ഭൂമിദേവി പ്രഭാതം മുതൽ പ്രദോഷം വരെ, രാത്രിയിൽ ഉറങ്ങുന്നിടം വരെ അമ്മയുടെ മാറിലാണ് ഞാൻ ചവിട്ടിക്കൊണ്ട് നടക്കുന്നത്. അതിനൊരു ക്ഷമാപണം പറഞ്ഞുകൊണ്ട് നമ്മൾ നമസ്കരിച്ച് നമ്മുടെ പ്രഭാതം ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് മേഘങ്ങൾ കാണുമ്പോൾ ഭഗവാന്റെ തലമുടിയാണ്, സൂര്യനെ കാണുമ്പോൾ ഭഗവാന്റെ നേത്രങ്ങളാണ്, ചന്ദ്രനെ കാണുമ്പോൾ ഭഗവാന്റെ മനസ്സാണ്. ഇങ്ങനെ കാണുന്നതിൽ എന്തൊക്കെ ഇവിടെ നമ്മൾ കാണുന്നുവോ, കാണുന്ന വസ്തുക്കളിലൊക്കെയും നീ വാഴുന്നുവെന്നുള്ള മഹാരഹസ്യം ചേതസ്സിലോർത്തും സമദൃഷ്ടിയാർന്നും തീരേണമേ കൃഷ്ണ മദീയ ജന്മം. അല്ലെങ്കിൽ കണ്ടതിൽ കൊണ്ടൽ നേർ വർണ്ണനെ കാണാറാവുക, അതാണ് നമുക്ക് നേടേണ്ടത്. ഈ വിരാട് സ്വരൂപ വർണ്ണനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിരാട് സ്വരൂപം അല്ലെ വിരാട് പുരുഷൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയം. ഒട്ടും ഭയപ്പെടേണ്ട. പ്രപഞ്ച സ്വരൂപിയായ ഭഗവാൻ എന്തൊക്കെ നമ്മൾ കാണുന്നുവോ അതെല്ലാം ഭഗവാൻ എന്ന് കാണാറാവുക. മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര യുദ്ധസമയത്ത് യുദ്ധക്കളത്തിൽ അർജുനൻ തകർന്നു നിന്ന സമയത്ത് ഭഗവാൻ വിശ്വരൂപ ദർശനം കൊടുത്ത് അനുഗ്രഹിച്ചില്ലേ ഇല്ലേ. അപ്പം ആ രൂപം, അതുപോലെ യശോദാമ ഇല്ലേ വൃന്ദാവനത്തിൽ ഭഗവാൻ ഓരോ ലീലകളാടി. ഒരു ദിവസം മണ്ണ് തിന്നു, പക്ഷേ മണ്ണ് തിന്നില്ല. നാഹം പശ്യാമിനി അമ്പ എന്ന് പറഞ്ഞു. ഇല്ല, വാ പൊളിച്ചു ഭഗവാൻ. എന്താ കണ്ടത്? 14 ലോകങ്ങളും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും. ഒടുവിൽ യശോദാമയെയും ഭഗവാനെയും അവിടെ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ കണ്ടതിൽ ഭഗവാനെ നമുക്ക് കാണാനും അനുഭവിക്കാനുമായിട്ട് സാധിക്കലാണ് വിരാട് സ്വരൂപ വർണ്ണനയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് ഭഗവാന്റെ ഓരോരോ അതായത് സുദർശന ചക്രം അല്ലേ, നമ്മൾ ശ്രീവല്ലഭനെ സ്മരിക്കുമ്പോൾ മുകളിലത്തെ കയ്യിലെന്താ? സുദർശന ചക്രം. ഇത് ഏത് തത്വത്തെ സങ്കല്പിക്കുന്നു എന്നാണ് ചോദിച്ചത് ശൗനകാദികൾ. ഇത് അഗ്നിതത്വമാണ്. പിന്നെ ഇടത് കൈയിൽ മേളിൽ ശംഖ് പാഞ്ചജന്യം അല്ലേ, അത് ജലതത്വമാണ്. പിന്നീട് കയ്യിലെ താഴെ താമര, ഐശ്വര്യാദി ഷഡ്ഗുണ പരിപൂർണനായ ഭഗവാൻ. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണം എന്ന നാരായണീയം ദശകം 1 കാണാം. അപ്പോൾ എന്തൊക്കെ പ്രാരബ്ധങ്ങൾ ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ ഭഗവാനെ ആശ്രയിച്ചു കഴിയുമ്പോൾ ഭഗവാന് നമ്മുടെ മനസ്സറിഞ്ഞ് അല്ലേ, മനസ്സാണ് താമര എന്ന് പറയുന്നത്. ആ ജീവനെ ഭഗവാൻ ഉയർത്തിക്കൊണ്ടുവരികയാണ്. എവിടെയാണ് താമര വളരുന്നത്? ചേറിലാണ്. ചേറിൽ നിന്നും ചെന്താമര വിരിയിക്കുന്ന അനുഭവം, അതാണ് ഭഗവാന്റെ കയ്യിലെ താമര. പിന്നെ എത്രയോ കാര്യങ്ങൾ, നമ പങ്കജനാഭായ, നമ പങ്കജമാലിനെ, നമ പങ്കജനേത്രായ, എത്രയോ ഇതിനെ താമരയോട് ഭഗവാനെ ഉപമിക്കുന്നുണ്ട്. പിന്നെ കൗമോദകി ഗത, അത് ഇന്ദ്രിയശക്തി, ദേഹശക്തി, മനഃശക്തിയെ സൂചിപ്പിക്കുന്നു. അതുപോലെ പ്രാണനെയും സൂചിപ്പിക്കുന്നു, പ്രാണശക്തിയെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ പൊന്നിൻ കിരീടം ഇല്ലേ, മിന്നിൻ പൊന്നിൻ കിരീടം തരിവള ഘടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീ വത്സസൽ കൗസ്തുവമിടകലരും ചാരുതോരന്തരാളം ശംഖും ചക്രം ഗദാ പങ്കജമിവിലസും 4 തൃക്കൈകളോടും സങ്കീർണ ശ്യാമവർണം ഹരിവൗരമലം പൂരയൻ മംഗളം വാ. അപ്പോൾ അവിടെ പൊന്നിൻ കിരീടം ഭഗവാന്റെ സത്യലോകമായിട്ട് നമ്മൾ കാണണം. ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം അനപായിനി ഭഗവതി ശ്രീ സാക്ഷാതാൽപനോഹരേ വിശ്വസ്തേനസ്തന്ത്രമൂർത്തി വിവിധ പാഷാധിപ. ഭഗവാനോടൊപ്പം നിഴലി പോലെ. ഇപ്പം ശ്രീ വല്ലഭൻ എന്ന് പറയുമ്പോൾ അവിടെ ശ്രീ ചേർത്തിട്ടാണ് വല്ലഭൻ. ഇവിടെ ശ്രീ എന്ന് പറയുന്നത് ഐശ്വര്യമാണ്. അതോടൊപ്പം രാധാസങ്കല്പം കൂടെ ഉണ്ട്.
ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സങ്കല്പമാണ് 16,108 ഭാര്യമാരുണ്ടായിട്ടും ഭഗവാൻ എന്തേ ഈ കാമുകിയായ രാധയെ മാത്രം മറക്കാത്തതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം കിട്ടണമെങ്കിൽ ഒന്ന് വൃന്ദാവനത്തിലേക്ക് പോകണം. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വിഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ആരാണ് ഈ രാധ? ഭഗവാന്റെ ക്ലാദിനി ശക്തിയാണ്. ഒരിക്കലും ബിംബം പ്രതിബിംബത്തെ വിവാഹം കഴിക്കുമോ? അവരവരുടെ മനസ്സിൽ ഉത്തരം കണ്ടെത്തുക. അതായത് പാലാഴി മഥനം കഥ നമ്മൾ കേട്ടു, എല്ലാവർക്കും അറിയുന്ന കഥയാണ്, അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പാലാഴി മഥനത്തിൽ അമൃത് വിളമ്പുവാനായി ഭഗവാൻ മോഹിനി രൂപം സ്വീകരിച്ചു. ഭഗവാന്റെ ഈ മോഹിനി രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര്, ദേവർഷിമാര്, ബ്രഹ്മർഷിമാര്, രാജർഷിമാര്, ഒരുപാട് പേര് ഇതുപോലൊരു സുന്ദരി എൻ്റെ പത്നിയായിട്ട് കിട്ടിയിരുന്നുവെങ്കിൽ അല്ലേ? മോഹിനി രൂപത്തിൽ ആരാ ആകൃഷ്ടനായത്? കാമാരിയെ പോലും ചുട്ടരിച്ച മഹാദേവൻ പോലും ആ മോഹിനി രൂപത്തിൽ ആകൃഷ്ടനായി. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ഇത്ര സുന്ദരി ഒന്ന് സ്വന്തമായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാം. എന്നാൽ മാറി നിൽക്കുന്ന ഒരാൾ ആരാ? സൂര്യഭഗവാൻ. എന്താ ആഗ്രഹിച്ചത്? ഇതുപോലൊരാൾ എൻ്റെ മകളായിട്ട്, ഒരു പുത്രിയായിട്ട് ജനിച്ചിരുന്നു എങ്കിൽ എന്ന സൂര്യഭഗവാൻ. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അപ്പം അറിയുന്നത് ഒരാളാണ്. ആര്? അന്തര്യാമിയായ ഭഗവാൻ. പുറത്തു ബാഹ്യമായി നമ്മുടെ കൂടെ കഴിയുന്നവർ പോലും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് ഭഗവാൻ. അന്തര്യാമി അറിയും. അപ്പോൾ കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? കുറച്ചു നേരം അടങ്ങി ഒരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കുക. അതാ ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിയും സമയം കേട്ടോ. പിന്നെ 12ാം സ്കന്ധം വായിക്കായി. കാരണം ഒരുപാട് പേരുടെ ഒരു സംശയമാണിത്. ഇത് ഈ ശ്ലോകത്തോട് ചേർത്ത് പറയുമ്പോൾ രാധാസങ്കല്പം വൃന്ദാവനത്തിൽ എവിടെ ചെന്നാലും, ട്രെയിനിൽ നിന്ന് ഇറങ്ങി മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിച്ചെന്നാൽ സൈക്കിൾ റിക്ഷ, ഓട്ടോറിക്ഷ, കാറ്, ബസ്, എവിടെയൊക്കെ പോയാലും എന്തേ ഉള്ളൂ? രാധേ 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 രാധേ, ഒറ്റ നാമം. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും പത്നിയായിട്ട് ആഗ്രഹിച്ചപ്പോൾ സൂര്യഭഗവാൻ ആഗ്രഹിച്ചു ഇതുപോലെ ഒരു മകളെ സ്വന്തമായി കിട്ടിയിരുന്നുവെങ്കിൽ. ഭഗവാൻ അത് നോട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ആ സൂര്യഭഗവാൻ പിന്നെ സുചന്ദ്രനായിട്ട് ജനിക്കുകയാണ്. അതായത് നൃഗമോക്ഷം കഥ, ഭാഗവത ദശമസ്കന്ധത്തിൽ നൃഗമോക്ഷം കഥയുണ്ട്. അപ്പോൾ പുണ്യം വേണോ പാപം വേണോ എന്ന് വെച്ചപ്പോൾ ആദ്യം പാപം അനുഭവിച്ചു, അതാണ് ഓന്തായിട്ട് കിണറ്റി കിടന്നു. രണ്ടാമത് സുചന്ദ്ര രാജാവായി ജനിച്ച് അദ്ദേഹത്തിന് കീർത്തിദേവിയെ വിവാഹം കഴിച്ചു. അങ്ങനെ അവർ ഗൗതമാദന പർവ്വതത്തിൻ്റെ തീരത്തിൽ അങ്ങനെ തപസ്സനുഷ്ഠിക്കുകയാണ്. ബ്രഹ്മാവ് വന്നു, പ്രത്യക്ഷപ്പെട്ടു. വരാൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മോക്ഷം വേണം എന്നാണ് സുചന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു വേണ്ട, ഇപ്പോൾ ലഭിക്കുന്നില്ല, എനിക്ക് മോക്ഷം ഭർത്താവിന് കൊടുത്താൽ ഞാൻ അങ്ങേ ശപിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ശരി, അടുത്ത ജന്മം ഈ സുചന്ദ്രൻ വിഷഭാനുവായും കലാവതി കീർത്തിദേവിയായിട്ടും ജനിച്ച ഗംഗായമുന സംഗമത്തിൽ വെച്ച് നിങ്ങൾ വീണ്ടും പുനർജനിച്ച് കണ്ടുമുട്ടി പൂർവ്വജന്മം ഓർമ്മ വരും. അപ്പോൾ രാധ നിങ്ങളുടെ, ഭഗവാന്റെ പ്രാണപ്രേയസിയായ രാധ നിങ്ങളുടെ മകളായിട്ട് ജനിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞു. അതനുസരിച്ച് കാലങ്ങൾ കുറേ കഴിഞ്ഞു. ദ്വാപരയുഗത്തിൽ കൃഷ്ണാവതാരത്തിനോടനുബന്ധിച്ച് ഭഗവാന് ജനിക്കുന്നതിന് 11 മാസം മുമ്പാണ് രാധാദേവിയുടെ ജനനം. അങ്ങനെ സുചന്ദ്രന് ഇവിടെ വന്ന വീണ്ടും ഋഷഭാനുവും കീർത്തിദേവിയുമായിട്ട് അവരിൽ രാധയുടെ ഭഗവാന്റെ പ്രാണപ്രേയസി. അതുകൊണ്ട് ഈ ഒരു സംശയം ആർക്കും ഉണ്ടാവരുത്. ഭഗവാന്റെ ക്ലാദിനി ശക്തിയാണ്, ശിവശക്തിയാ. ശിവനും ശക്തിയും, ശ്രീരാമനും സീതയും, വിഷ്ണുവും മഹാലക്ഷ്മിയും ഭഗവാന്റെ, അതായത് ഭക്തി പ്രകടമായി, ജ്ഞാനവും വൈരാഗ്യവും പ്രകടമായി സ്ഥാപിതമായി. എന്നാൽ ഭക്തി അഥവാ പ്രേമം, പരമപ്രേമം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് രാധാദേവിയുടെ ജനനം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനിയും പിന്നീട് ഭഗവാന്റെ ചതുർയുഗ ഉപാസനയെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃസംഗക്ഷണായ ച. ഭഗവാന്റെ ചതുർയൂഹം. അതുപോലെ തന്നെ ഭഗവാൻ വിശ്വനായും തൈജസനായും പ്രാജ്ഞനായും തുര്യനായും 4 അവസ്ഥകൾ. അതായത് നമുക്ക് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, 4മതൊരവസ്ഥ. അവസ്ഥയിലൊക്കെ വളരെ റയറ്, നമ്മുടെ ശമീക മഹർഷിയെ പോലെ. ഏതായാലും 4മത്തെ അവസ്ഥ. അപ്പം ചതുർയുഗ ഉപാസനയിലൂടെ ആയാലും അതുപോലെ ഈ അംഗാദി ഉപാസനകളിലൂടെ ആയാലും ആ ഭഗവാനെ പ്രാപിക്കുകയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് സൂചിപ്പിച്ചു. അതായത് നാനാത്വത്തിൽ നിന്നും ഏകത്വത്തിലേക്ക് എത്തിച്ചേരുക.
എന്നുള്ള ആ ഒരു സങ്കല്പ ഉപാസനയെ ഇവിടെ പറഞ്ഞു കൊടുത്തു. പിന്നെന്താ പറഞ്ഞത്? സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മാവായതും നിലനിർപ്പിന് വിഷ്ണുവായതും സംഹാരത്തിന് മഹാദേവനായതും ദൃശേഷവസയേഷ ബ്രഹ്മയോനി സ്വയം ദൃക് സ്വമഹിമ പരിപൂർണോ മായാ സ്വജൈതത് സജതി ഹരതി പാത്യാനിലയാ നാവൃതാക്ഷോ നിവൃത നിരുക്തസൽ പരയുവാത്മലേഭ്യാം. ഇവിടെ നമ്മൾ ബ്രഹ്മമായി ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ, ഒരേ ആളെ തന്നെ. ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ സഹോദരനാണെന്ന് പറയുമ്പോൾ സഹോദര പത്നി പറയും അതെൻ്റെ ഹസ്ബൻഡാണ്, അപ്പം മക്കൾ എൻ്റെ അച്ഛനാണെന്ന് പറയും. പെങ്ങളുടെ മക്കൾക്ക് അമ്മാവനായിട്ട് മാറുന്നു. അതുപോലെ ഇനി നമ്മൾ ശ്രീവല്ലഭനെ കുറിച്ച് ഓർക്കുമ്പോൾ 2005 ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഇരുന്ന് പറഞ്ഞ് ഇപ്പം നമുക്ക് 19 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ശ്രീവല്ലഭനെ സ്മരിക്കുമ്പോൾ ആ ഭഗവാൻ 5 പൂജകളാണ് അല്ലേ? ഓരോ ദിവസത്തിലും 5 വേഷം, ഓരോ ദിനങ്ങളിൽ 5 വേഷമായി ചാരുരൂപം ധരിക്കുന്ന ആ ഭഗവാന്റെ രൂപം തിരുവല്ലാലയ പാലയ പാഹിമ. ഒന്നാമത്തെ പൂജ നമ്മൾ കാണുമ്പോൾ ബ്രഹ്മചാരിയായി ബാലരൂപത്തിൽ ഭഗവാനെ കാണാം അല്ലേ? രണ്ടാമത്തെ പന്തീരടി പൂജ, നിഴല് 12 ഇത് ആളെ എത്തുന്നതിന് മുമ്പായിട്ടുള്ള പന്തീരടി പൂജ, 12 കലശം കുടം വെള്ളം കൊണ്ട് അഭിഷേകം. ആ പന്തീരടി പൂജയ്ക്ക് ഭഗവാൻ ഗൃഹസ്ഥാശ്രമിയായി നമുക്ക് കാണാം. പിന്നീട് മൂന്നാമത്തെ പൂജ രാജകീയ പ്രൗഢിയോടുകൂടി സർവാഭരണഭൂഷി, ഇന്നലെ ചെല്ലുമ്പോൾ നല്ല ധാരാളം ആഭരണങ്ങളൊക്കെ ഇട്ട് മാലകളിട്ട് അങ്ങനെ അലങ്കരിച്ച് നിൽക്കുന്ന ശ്രീവല്ലഭനെ കാണാൻ സാധിച്ചു. അങ്ങനെ രാജകീയ പ്രൗഢിയിലുള്ള ശ്രീവല്ലഭനെ മൂന്നാമത്തെ പൂജയിൽ കാണാം. നാലാമത് ലക്ഷ്മീദേവിയോടൊപ്പം ഭൂമിദേവിയോടൊപ്പം നാരായണ ഭാവത്തിലുള്ള ഭഗവാന്റെ രൂപത്തെ കാണാം. അഞ്ചാമത് ഭഗവാന്റെ ആ സന്യാസി രൂപത്തെ, കാവ്യമൊക്കെ ഉടുത്തുള്ള സന്യാസി രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 5 വേഷം മാറുമ്പോഴും ശ്രീവല്ലഭൻ ശിവൻ തന്നെയല്ലേ അല്ലേ? 5 വേഷം മാറ്റുമ്പോഴും സാക്ഷാൽ ശ്രീവല്ലഭനായി ഭഗവാൻ അവിടെ ശോഭിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഭാഗവതം ദശമസ്കന്ധം 81 2 കഥകൾ ഇല്ലേ? സന്താനഗോപാലൻ കഥയും ഭൃഗുപരീക്ഷയും എല്ലാവർക്കും അറിയുന്ന കഥയാണ്. സ്വാതീയ മൂർത്തിയായ ഭഗവാൻ വിഷ്ണു ആണെന്നുള്ള പരീക്ഷണം. എന്നാൽ ഇവിടെ നിന്നും അതീവ കോമളൗതാത ചരണൗദേ മഹാമുനെ എന്ന് പറഞ്ഞ് ഭൃഗുമഹർഷിയെ സമാധാനിപ്പിച്ചു വിട്ടു. ശരിയാണ്. പക്ഷേ ഒരാൾക്ക് അല്പം വിഷമം തോന്നി. ആർക്കാണെന്നറിയോ? ആർക്കെങ്കിലും പറയാവോ? സത്വഗുണമൂർത്തിയാണെന്ന് മഹാവിഷ്ണു തെളിയിച്ചു അല്ലേ? ഭൃഗുമഹർഷിയെ സമാധാനിപ്പിച്ചു വിട്ടു. എന്നാൽ ഇവിടെ ആരാ എപ്പോഴും ഇരിക്കുന്നത്? ഭഗവാന്റെ വക്ഷസിൽ ആരാ? ആരാണ്? ലക്ഷ്മി ഭഗവതി അല്ലേ? ഇങ്ങനെ ഭൃഗുമഹർഷിയോടുള്ള മൃദു സമീപനമൊന്നും ലക്ഷ്മി ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ചു വിട്ടു, ഓക്കെ ശരി. പക്ഷെ ഇവിടെ ഞാൻ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം മറന്നുപോയി. അത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇല്ല, അതൊരിക്കലും അപമാനിക്കലല്ല, ഞാൻ ഭക്തന്മാരുടെ ദാസനല്ലേ, അപ്പം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ല, അങ്ങ് എന്നെ അപമാനിക്കുകയാണ്. പെട്ടിയെടുത്ത ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലക്ഷ്മി ഇല്ലാതായ അല്ലേ? പണമില്ലെങ്കിൽ ആർക്ക് വേണം അല്ലേ? നമുക്ക് 5 പൈസ സ്വന്തമായിട്ട് എടുക്കാനില്ലെങ്കിൽ ഒരാളും നമ്മുടെ നേരെ നോക്കി ചിരിക്കുക പോലും ഇല്ല അല്ലേ? ആരെങ്കിലും നമ്മളെ നോക്കി നമസ്തേ പറയണമെങ്കിൽ നമ്മുടെ കയ്യിലൊന്ന് തല ഉയർത്തി നിൽക്കാനാവണം. ഇതൊക്കെ ഭഗവാൻ എത്രയോ അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നു. പക്ഷേ ഭാഗവതാമൃതം എന്ന ഒരു പാനം കാതിൽ ശ്രദ്ധയോടെ കുടിച്ചാൽ ഉറപ്പിച്ചു പറയാം, ആ ജീവനെ ഭഗവാൻ ഉയർത്തും ഇല്ലേ? മാർക്കാണ്ഡേയ മുനിയെ ആചാര്യ പദവിയിലേക്ക് ഉയർത്തി. നമ്മളെ ഓരോരുത്തരെയും ഏത് തരത്തിലുള്ള ജീവിതമാവട്ടെ നമ്മളെ ഭഗവാൻ ഉയർത്തി ആചാര്യ പദവി തരും. ഏതായാലും ലക്ഷ്മി ദേവി പെട്ടിയൊക്കെ എടുത്ത് വൈകുണ്ഠം വിട്ടിറങ്ങി. സാക്ഷാൽ ഭഗവാനാണെങ്കിൽ പോലും ലക്ഷ്മി കടാക്ഷമില്ലെങ്കിൽ അനുഭവിക്കുന്ന ദുഃഖം വൈകുണ്ഠവാസികളെല്ലാം ഭഗവാനെ പ്രേരിപ്പിച്ചു. ഭഗവാൻ അല്ലേ ഗോപികാഗീതത്തിൽ കണ്ടുവോ കണ്ടുവോ നിങ്ങളെൻ്റെ കണ്ണനാമുണ്ണിയെ കണ്ടുവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗോപികാഗീതം. ഇവിടെ ലക്ഷ്മി 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 എവിടെ, ലക്ഷ്മി എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് സാക്ഷാൽ ഭഗവാൻ ലക്ഷ്മി ദേവി അന്വേഷിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ചുറ്റിത്തിരിഞ്ഞു.
എങ്ങും ലക്ഷ്മിയെ കണ്ടില്ല. അങ്ങനെ സഞ്ചരിച്ച് എവിടാ ലക്ഷ്മി ദേവി പോയെ? മഹാരാഷ്ട്രയിൽ കോലാപ്പൂർ എന്ന സ്ഥലത്ത് ധ്യാനനിരതയായി. ഇന്നും മഹാരാഷ്ട്രയിൽ വളരെ പ്രസിദ്ധമായ ആ ക്ഷേത്രം ഭഗവാൻ ലക്ഷ്മി ദേവിയുടെ നേത്രം വീണ സ്ഥലമായിട്ട് ഇന്നും ആരാധിച്ചു വരുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾ മഹാരാഷ്ട്രയിൽ പോയി കോലാപ്പൂർ ദേവി മഹാലക്ഷ്മി നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമസ്തുതി. അങ്ങനെ മഹാലക്ഷ്മി അവിടെ പോയിരിക്കുകയാണ്. ഭഗവാൻ അന്വേഷിച്ചു, തിരുമലയിലെത്തി. ഇന്ന് തിരുപ്പതി, ആന്ധ്ര തിരുപ്പതി ക്ഷേത്ര ചരിത്രസ്ഥ വരാഹമൂർത്തി ക്ഷേത്രത്തിനടുത്ത് ആ പുളിമരച്ചുവട്ടിൽ അങ്ങനെ നമ്മുടെ ഭഗവാൻ ധ്യാനനിരതനായി. ജലപാനമില്ല. അങ്ങനെ ധ്യാനനിരതനായിട്ടിരുന്നപ്പോൾ ഭഗവാൻ ജലപാനം കുടിക്കാതിരുന്ന എല്ലാവർക്കും വിഷമമല്ലേ അല്ലേ? ഇപ്പോൾ ഇവിടെ സത്രത്തിൽ തന്നെ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളാണ് അല്ലേ? കണ്ണിനും കരളിനും കാതു പകർന്നുകൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ആ വെള്ളം കൊണ്ടുതരുമ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ വേഷങ്ങളല്ലേ എന്ന് തോന്നിപ്പോ. ഏതായാലും ഭഗവാൻ വെള്ളം കുടിക്കാതിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ബ്രഹ്മാവും അതുപോലെ മഹാദേവനും ഒന്ന് വേഷം മാറി ഒരു പശുവും പശുക്കുട്ടിയുമായി വന്നു പാല് കൊടുക്കാൻ. പക്ഷേ ഇത് നാരദ മഹർഷിയിൽ നിന്ന് അറിയുകയാണ്. മഹാലക്ഷ്മി എന്ത് ചെയ്തു? പെട്ടെന്ന് അന്നത്തെ ചോള രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവിടുത്തെ പശുക്കൂട്ടങ്ങളിലേക്ക് ഈ സൂത്രത്തിൽ ബ്രഹ്മാവും മഹാദേവനും പശുവും പശുക്കുട്ടിയായത് കൊണ്ടുവന്ന് ആ കൂട്ടത്തിൽ വിട്ടു. അങ്ങനെ ചോള രാജാവിൻ്റെ അനേകം പശുക്കുട്ടികളുടെ കൂടെ നമ്മുടെ വേഷം മാറിയ ബ്രഹ്മാവും ശിവനും പശുക്കുട്ടിയായിട്ട് അങ്ങനെ മേയുന്നു. പക്ഷേ എല്ലാ പശുക്കുട്ടികളെയും വൈകുന്നേരം കറക്കുമ്പോൾ ധാരാളം പാല് തരുന്നുണ്ട്. പക്ഷേ ഇവിടെ മാത്രം 2 പശു, അമ്മ പശു പശുക്കുട്ടി, പാലില്ല. അപ്പം ഇത് 2-3 ദിവസം രാജ്ഞി ശ്രദ്ധിച്ചു, ചോളരാജാവിൻ്റെ പത്നി. അപ്പം പാലെവിടെ? എന്താ ഈ 2 പശുവിനും ഇല്ലാത്തത്? ഇടയനെ വഴക്കു പറഞ്ഞു. ഈ പശുക്കുട്ടികളെ മേയ്ക്കാൻ പോകുന്ന ആളെ ഇടയനെന്ന് പറയും. ഇടയനെ വഴക്കു പറഞ്ഞു, നീ ഒരുപക്ഷെ കാട്ടിൽ വെച്ച് ഈ 2 പശുക്കളുടെ പാല് കറന്നെടുത്ത് വിൽക്കുന്നതാണ്. എത്രയും വേഗം ഒരാഴ്ചക്കുള്ളിൽ മറുപടി തന്നാൽ ശിരസ്സർക്കും. ശരി. അങ്ങനെ ഈ പശുവിനെ ശ്രദ്ധിക്കാനായിട്ട് നമ്മുടെ ഇടയൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജലപാനമില്ലാതെ ഭഗവാൻ ഒരു ഗുഹയിൽ അങ്ങനെ തപസ്സനുഷ്ഠിക്കുകയാണല്ലോ. അപ്പം ഈ പശുക്കൾ ചെന്ന് ദ്വാരത്തിലേക്ക് ആ ഗുഹയിലേക്ക് പാലിറ്റിച്ചു കൊടുക്കുന്നത് കണ്ടു. തൻ്റെ ഇപ്പം ജോലിയുള്ളവർക്ക് തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള കാലം തൻ്റെ ഈ ജോലി കൂടെ പോകുമോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ആ പശുക്കുട്ടികളെ വാളുകൊണ്ട് വെട്ടാനായിട്ട് തുടങ്ങുമ്പോൾ, ഞാൻ കാരണം ഒരു പശുഹത്യ ഗോഹത്യ പാടില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ തപസ്സനുഷ്ഠിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് വന്ന വാളു പിടിക്കുകയാണ്. അങ്ങനെ ഭഗവാനും ഇടയനും കൂടെയുള്ള ഈ വാളുപിടുത്തത്തിൽ രക്തമൊറിഞ്ഞ് ശ്രീനിവാസൻ്റെ ശിരസിലൊക്കെ ബ്ലഡ് ഒഴിഞ്ഞിട്ട് പശുവിൻ്റെ മേത്തേക്ക് ആവുകയാണ്. ഒരു അന്യപുരുഷൻ്റെ ശിരസിൽ നിന്ന് രക്തം ഒഴുകുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഈ വേഷം മാറി വന്ന പശുക്കുട്ടികളിൽ നിന്ന് ചോളരാജാവിനോട് പറയുകയാണ്. അപ്പം ചോളരാജാവ് പറഞ്ഞു, ശരി, നിങ്ങൾ പിശാചുക്കളായിട്ട് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോളരാജാവ്. വേണ്ട, തെറ്റ് ചെയ്തില്ല, യജമാനൻ ചെയ്ത തെറ്റിന് ചൊല്ലിയാണ് ഭൃത്യൻ. ഇത് സനകാദികളോടും ഭഗവാൻ പറയുന്ന വാക്കുകളാണ് അല്ലേ വൈകുണ്ഠത്തി ദർശനത്തിൽ. ഏതായാലും തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങ് ആരാണ്? ഒന്ന് നോക്കൂ, എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ, ആ ഭഗവാനെ, അവിടുന്ന് മഹാവിഷ്ണു ആയിരുന്നോ? തപസ്സനുഷ്ഠിക്കാൻ ഇവിടെ വരുന്നു എന്ന് എന്നോടൊന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ കൊട്ടാരത്തിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമായിരുന്നു എന്ന് പറഞ്ഞു. ശരി, അറിയാതെ ചെയ്ത തെറ്റല്ലേ, ശപിച്ച ശാപം ഞാൻ തിരിച്ചെടുക്കില്ല. ചോളരാജാവായ അങ്ങ് അടുത്ത ജന്മം ആകാശരാജാവായി ജനിക്കും. അങ്ങ് വെങ്കടാചല ഭഗവാന്റെ ഭക്തനായിട്ട് മാറും. അങ്ങക്ക് പത്മാവതി എന്നൊരു മകളുണ്ടാവും. ആ പത്മാവതിയെ ഞാൻ വിവാഹം കഴിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ശരി, സമാധാനമായി. ശാപം എന്തായാലും ശാപം പിരിച്ചെടുക്കാൻ പറ്റില്ല. അനുഭവിച്ച പ്രാരബ്ധം ആരായാലും, അത് മഹാദേവൻ്റെ കഥ എടുത്താലും ഭഗവാന്റെ കഥകൾ ദേവി ഭാഗവത്ത് എടുത്താലും എല്ലാം നമുക്ക് കാണാം. ശാപം പ്രാരബ്ധം നമ്മൾ അനുഭവിച്ചു തീരണം. പക്ഷേ ഈ മുറിവുണ്ടല്ലോ, ഇടയനും മഹാവിഷ്ണു നമ്മളുടെ പിടുത്തത്തിൽ മുറിവ്. ഭഗവാൻ എങ്ങനെ വേദന കൊണ്ട് കാട്ടിലേക്ക് പോകുമ്പോൾ, അമ്മേ അമ്മേ, നമ്മൾ എത്ര എന്തൊക്കെ പഠിച്ചാലും വേദന വരുമ്പോൾ എല്ലാവരും എന്താ വിളിക്കുക? അമ്മേന്ന് അറിയാതെ വിളിച്ചു പോകും ഇല്ലേ? അമ്മേ അമ്മേന്ന് വിളിച്ച് കാട്ടിലൂടെ പോകുമ്പോൾ ഒരമ്മയ്ക്ക് എത്രയെത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും തൻ്റെ മകൻ്റെ ശബ്ദം പെട്ടെന്ന് ആരോ തൻ്റെ അടുത്തേക്ക് വരുന്നു. ആരാണ്? ആശ്രമത്തിൻ്റെ കവാടം തുറന്നു നോക്കുമ്പോൾ
മുറിവുമായി നിൽക്കുന്ന മഹാവിഷ്ണുവിനെ കാണുകയാണ്. പെട്ടെന്നകത്തേക്ക് വിളിച്ച് മുറിവുകളൊക്കെ തലോടി പച്ചമരുന്നുകളൊക്കെ ബൃഹസ്പതി പറഞ്ഞു കൊടുത്ത പച്ചമരുന്നുകളൊക്കെ വെച്ച് കെട്ടി ശുശ്രൂഷിച്ചു. അതിനുശേഷം ഇതാ എന്താ പറഞ്ഞത്, പഴവും പാലും ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അമ്മ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ഭഗവാൻ നോക്കിയപ്പോൾ ആരാണ്? സാക്ഷാൽ ഭഗവാൻ യശോദാമയുടെ ഭവനത്തിൽ ഗോകുലലീലകളാടിയ, എത്രയെത്ര ലീലകളാടിയ അല്ലേ. അമ്പാടിയിൽ കൊണ്ട് കിടത്തി അന്നു മുതൽ, മുട്ടയിലെഴയുന്നത് മുതൽ, പശുവിൻ്റെ വാലിൽ പിടിച്ചു നടന്നത് മുതൽ, യശോദാമയുടെ മനസ്സാകുന്ന ഉരലിൽ കെട്ടിക്കിടന്ന ദാമോദരനായി നിന്ന തൃണാവർത്തവധം ശകടാസുരം, ഇതെല്ലാം ഒരു നിമിഷം യശോദാമയുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അപ്പം ആരാണ് ആ യശോദ? ശ്രദ്ധിച്ച് കേൾക്കണേ. പുനർജന്മമുണ്ടോ എന്നുള്ള തീർച്ചയായിട്ടും നല്ല കാര്യത്തിനാണെങ്കിൽ പുനർജന്മമുണ്ട്. അപ്പോൾ ഭഗവാന്റെ ബാലലീലകൾ കണ്ടു, എന്നാൽ ഭഗവാന്റെ വിവാഹം കാണണമെന്നൊരാഗ്രഹം യശോദാമയ്ക്ക് ഉണ്ടായിരുന്നു. അതനുസരിച്ച് അത് സാധിക്കുന്നതിന് വേണ്ടി യശോദാമ ബഹുളാദേവിയായിട്ട് ജനിച്ചു. ഈ ജന്മത്തിൽ ഞാൻ എന്തു പേര് വിളിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഈ ജന്മത്തിൽ ശ്രീനിവാസൻ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീനിവാസൻ്റെ ജന്മത്തിന് കാരണമായി. അപ്പോൾ ഭൃഗുപരീക്ഷയിലൂടെ ആ പത്മാവതി ജന്മത്തിലൂടെ പത്മാവതിയെ ഭഗവാൻ വിവാഹം കഴിച്ച് ശ്രീനിവാസനായി എന്നുള്ള ആ കഥ. പത്മാവതി രാമായണത്തിലെ വേദവതിയാണ്, അല്ലെങ്കിൽ മായാസീതയാണ് പിന്നീട് പത്മാവതിയായിട്ട് ജനിക്കുന്നത്. അതിനുശേഷം ഉപാസികനായ ആ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ശ്ലോകമാണ് 25-ാമത്തെ ശ്ലോകം. ശ്രീകൃഷ്ണ കൃഷ്ണസഖ വിഷ്ണുഷഭാവനിതൃക് രാജന്യവംശദഗനാനപവർഗവീര്യ ഗോവിന്ദ ഗോപവനിതാവ്രജഭൃത്യഗീത തീർത്ഥസ്രവശ്രവണമംഗള പാഹി വൃത്യാൻ. അല്ലേ, ഇവിടെ നിത്യാനന്ദമൂർത്തി സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാനെ പാർത്ഥൻ്റെ പരമസഭാഗാവില്ലേ പാർത്ഥസാരഥി ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് ഭക്തജനങ്ങൾ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ പാർത്ഥസാരഥിയായിക്കൊണ്ടുള്ള പാർത്ഥൻ്റെ സഖാവായി അല്ലേ, ചെലിയിൽ മൗലിയിൽ പീലി ചാർത്തി കോലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തി ചന്താമര ഈതൽ കണ്ണിനേറ്റം ചന്തം കലർത്തും മഷി എഴുതി. അങ്ങനെയുള്ള പാർത്ഥൻ്റെ സഖാവായ പാർത്ഥസാരഥിയെ സൂചിപ്പിച്ചു. അതിനുശേഷം അഗ്നിസ്വരൂപനായിട്ട് ഭൂമിയെ ദ്രോഹിക്കുന്ന രാജാക്കന്മാർക്ക് അഗ്നിസ്വരൂപനായ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം. ഗോകുലത്തിന് മുഴുവൻ നാഥനായ ഇതേ ഏകദേശം ശ്ലോകം വരും കുന്തിസ്തുതിയിൽ അല്ലേ. അവിടെ ഗോവിന്ദ ഗോതിജ സുരാർത്തിഹരാവതാര യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ. സംസ്കൃതത്തിൽ ഒരിക്കലും നമസ്തേ എന്ന് പറയാറില്ല, പക്ഷേ കുന്തിയമ്മ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ നമസ്തേ എന്ന് പറഞ്ഞു. ശ്ലോകം അവസാനിക്കുമ്പോൾ, സ്തുതി അവസാനിക്കുമ്പോൾ യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറയുമ്പോൾ അമ്മ പോയി സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ കുന്തിദേവി സംസ്കൃത ശ്ലോകങ്ങൾ വന്നത്? അമ്മയുടെ ദുഃഖങ്ങൾ. ആപത്തും ഭാഗ്യമാം കണ്ണൻ കാടാക്ഷിച്ചാൽ സമ്പത്തും അല്ലെങ്കിൽ നിർഭാഗ്യമാം. ആപത്തുകൾ ഉണ്ടാവട്ടെ, പക്ഷെ ആപത്തുകളിൽ ഗുരുവായൂരപ്പനെ ഓർക്കുമെങ്കിൽ അത് ആപത്തല്ല, അത് സമ്പത്താണ്. എന്നാൽ ഐശ്വര്യത്തിൻ്റെ കൊടുമുടിയിൽ ഇരിക്കുമ്പോൾ ഗുരുവായൂരപ്പനെ മറന്നാൽ അതൊരിക്കലും സമ്പത്തല്ല, അത് ആപത്താണ്. അപ്പോൾ അങ്ങനെ ആ കുന്തിദേവി സ്തുതിച്ച ശ്ലോകത്തോട് സാമ്യമുള്ള ഒരു ശ്ലോകം വളരെ ഇതിൽ പ്രധാനമായി പറയപ്പെട്ടു. ഈ ആരാണോ ഇത് ശ്രദ്ധാപൂർവം ജപിക്കുന്നത് പഠിക്കുന്നത് അവർക്ക് ബ്രഹ്മജ്ഞാനസിദ്ധി, ബ്രഹ്മാനന്ദം പരമസുഖതം. എത്രയോ സുഖങ്ങളുണ്ട്, അതിനപ്പുറത്ത് ബ്രഹ്മാനന്ദ സുഖം അനുഭവിക്കാൻ നിത്യവും ഈ ശ്ലോകം പാരായണം ചെയ്താൽ വളരെ ശ്രേഷ്ഠമാണ് എന്ന് ഇതിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നു. പിന്നീട് സൂര്യൻ്റെ സഞ്ചാരത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അതായത് അതിഥിയിലുണ്ടായവർ, കശ്യപ പ്രജാപതിക്ക് അതിഥിയിലുണ്ടായവരെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. അത് 12 പേരാണ്. അതുകൊണ്ട് 12 എന്നുള്ളത് ദ്വാദശ. അങ്ങനെ ദ്വാദശ ആദിത്യന്മാർ. ഇവർ ചാക്ഷുഷ മന്വന്തരത്തിൽ തോഷിതന്മാരെന്ന് പറഞ്ഞ ദേവന്മാരായിരുന്നു. ചാക്ഷുഷ മന്വന്തരം കഴിഞ്ഞ് വൈവസ്വത മന്വന്തരം ആവുമ്പോൾ അവർ തീരുമാനിച്ചു അതിഥി ദേവിയുടെ പുത്രന്മാരായിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇവിടെ ദ്വാദശ ആദിത്യന്മാരായിട്ട് ജനിക്കുകയാണ്. ഈ 12 രാശികളിൽ അഥവാ 12 മാസങ്ങളിൽ
സൂര്യന് ഓരോരോ പേരുകൾ 12 പേരുകളിൽ അറിയപ്പെടുന്നു. അതായത് നമ്മുടെ ഇപ്പോൾ ചൈത്രമാസം അല്ലേ, മീനമാസം ചൈത്രമാസത്തിൽ ഭഗവാന് ദാതാവ് എന്ന സൂര്യനായിട്ടും, അതുപോലെ കൃതസ്ഥലി എന്ന അപ്സരസ്, ഹേതി എന്ന രാക്ഷസൻ, വാസുകി എന്ന നാഗം, അതുപോലെ രഥകൃത്ത എന്ന യക്ഷൻ, പുലസ്ത്യൻ എന്ന ഋഷി, തുമ്പുരു എന്ന ഗന്ധർവൻ ആണ് ചൈത്രമാസത്തെ നടത്തുന്നത്. ഇങ്ങനെ ഓരോ മാസം, ചൈത്രം കഴിഞ്ഞ വൈശാഖം, അതുപോലെ ജ്യേഷ്ഠം, അതായത് നമ്മുടെ മിഥുനം, കർക്കിടക മാസം, ഇങ്ങനെ ഓരോ മാസങ്ങളും മാറുന്നതനുസരിച്ച് സൂര്യൻ്റെ പേരുകൾ മാറും. ആ 12 പേരുകളെ ഇവിടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സൂര്യൻ ഇല്ലേ, നമ്മളെ 24 ഗുരുക്കന്മാരെ പറയുമ്പോൾ, പഞ്ചഭൂതങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ സൂര്യൻ പ്രത്യക്ഷ നാരായണൻ തന്നെയാണ്. സൂര്യ ഉപാസന നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മുടെ ഋഷി പരമ്പര സൂര്യ നമസ്കാരം നമുക്ക് പ്രോത്സാഹിപ്പിച്ചിരുന്നു, അല്ലെ അനുഷ്ഠിച്ചു വന്നിരുന്നു. സൂര്യ നമസ്കാരം കഴിഞ്ഞ് ജലപാനം പോലും, തുളസി തീർത്ഥം പോലും കുടിച്ചിരുന്നുള്ളൂ നമ്മുടെ പൂർവികർ. അതാ ശരീരത്തിനൊരു വ്യായാമമാണ്, നാഡികൾക്കൊക്കെ ആരോഗ്യം കിട്ടുന്നതിന്, രക്തചംക്രമണത്തിനൊക്കെ വളരെ വിശേഷമാണ് സൂര്യ നമസ്കാരം. അപ്പോൾ അങ്ങനെ ആ സൂര്യ നമസ്കാരത്തെക്കുറിച്ച് അപ്പോൾ ദേശം, കാലം, കർത്താവ്, ക്രിയ, കാര്യം, കാരണം, ആഗമം, ദ്രവ്യം, ഇതിൻ്റെ അനുസരിച്ചിട്ടുള്ള ആ മാറ്റങ്ങളെയും അവിടെ സൂചിപ്പിക്കുക. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂര്യൻ്റെ ഈ ഗതി കൊണ്ട് നമുക്ക് ദിനരാത്രങ്ങൾ, രാത്രിയും പകലും ജ്യോതിഷപ്രകാരം സൂര്യൻ സഞ്ചരിക്കുന്നില്ല. സൂര്യൻ ഒരു സ്ഥിരരാശിയായിട്ട് നിന്നുകൊണ്ട് ഭൂമിയുടെ ചുറ്റും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ചുറ്റുന്ന, നക്ഷത്രങ്ങളും ഒക്കെ ചുറ്റുന്നതിനെയാണ് സൗരയൂഥമായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഭൂമിയുടെ ഗതിയെ വെച്ചുകൊണ്ട് സൂര്യൻ്റെ സ്ഫുടം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ആ സൂര്യൻ്റെ സഞ്ചാരമായിട്ട് പറയുന്നത്. അത്ര വേഗത്തിലാണ് സഞ്ചാരം എന്ന് പറയുന്നു. അപ്പോൾ ഈ സൂര്യൻ്റെ ആ രഥം 6 ഗുണങ്ങളോടുകൂടി, അതായത് ഋഷീശ്വരന്മാർ, അതുപോലെ ഗന്ധർവന്മാർ, അപ്സരസ്, നാഗങ്ങൾ, യക്ഷന്മാർ, രാക്ഷസന്മാർ, ഇങ്ങനെ 6 ഗണങ്ങൾ. ഋഷീശ്വരന്മാർ ദൃഗ്വേദം, യജുർവേദം, സാമവേദം ഒക്കെ കൊണ്ട് സൂര്യഭഗവാന്റെ മഹിമകളെ ഇങ്ങനെ കീർത്തിച്ചു കൊണ്ടിരിക്കും. ഗന്ധർവന്മാർ അവർക്കറിയുന്ന വിധത്തിൽ സൂര്യൻ്റെ മഹിമയെ പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ അപ്സരസുകളോ സൂര്യൻ്റെ മഹിമയെ അവർക്കാവുന്ന രീതിയിൽ നൃത്തം ചെയ്ത് അവതരിപ്പിക്കും. നാഗങ്ങൾ സൂര്യൻ്റെ രഥത്തെ ദൃഢീകരിക്കുകയാണ്, ബന്ധിക്കുകയാണ്. യക്ഷന്മാർ സൂര്യൻ്റെ രഥം ഓടിക്കാൻ തയ്യാറാവുന്ന വിധത്തിൽ അത് ക്രമീകരിക്കുന്നു. അപ്പോൾ രാക്ഷസന്മാർ സൂര്യൻ്റെ ആ രഥത്തിന്, നമ്മൾ ശിവേലിയൊക്കെ പോകുമ്പോൾ പുറമേ ചുറ്റുന്നത് പോലെ യക്ഷന്മാർ പുറവേ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ സൂര്യൻ അഭിമുഖമായി നിന്നുകൊണ്ട്, സൂര്യൻ്റെ മുമ്പിൽ സൂര്യൻ അഭിമുഖമായി നിന്നുകൊണ്ട് ബാലകില്യന്മാർ എന്ന 60,000 ഋഷീശ്വരന്മാർ, പരിശുദ്ധ തേജസ്, ബ്രഹ്മ തേജസ്സികൾ, അങ്കുഷ്ടമാത്രണം അല്ലേ, അങ്കുഷ്ടത്തിലാണല്ലോ പരിശുദ്ധ മഹാരാജാവ് ഭഗവാനെ കണ്ടത്. അങ്കുഷ്ടമാത്ര വലിപ്പത്തിൽ, അതായത് മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു അല്ലേ നമ്മൾ പറയും സപ്തർഷികൾ. അവത്തിൽ ക്രതുവിന് സന്തതി എന്ന പത്നിയിൽ ഉണ്ടായവരാണ് ഈ 60,000 ബാലകില്യന്മാർ. ഇവരുടെ കഥ നാരായണ കവചത്തിൻ്റെ ഫലശ്രുതി പറയുമ്പോൾ ബാലകില്യന്മാരെ പറയും. അങ്ങനെ 60,000 ഋഷീശ്വരന്മാരായ ബാലകില്യന്മാർ സൂര്യൻ്റെ മഹിമയെ വാഴ്ത്തിക്കൊണ്ട് ഇരിക്കുന്നു. എന്നിട്ട് അങ്ങനെയുള്ളതായ ആ ഭഗവാന്റെ മഹിമ എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അപ്പം 360 ആരം, 12 ചുഴികൾ. അപ്പോൾ 360നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ 30, ഒരു മാസം കിട്ടും. ഒരു മാസത്തിൽ 2 പക്ഷം, കറുത്തപക്ഷം, വെളുത്തപക്ഷം. കറുത്തവാവ് കഴിഞ്ഞ് പിറ്റേന്ന് പ്രഥമ മുതൽ പൗർണമി വരെ ശുക്ലപക്ഷം. അത് കഴിഞ്ഞ് ശുക്ലപക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേന്ന് പ്രഥമ മുതൽ കറുത്തപക്ഷം വരെ, അല്ലേ, കറുത്തവാവ് വരെ കറുത്തപക്ഷം. അങ്ങനെ ഒരു മാസത്തിൽ 2 പക്ഷം, കൃഷ്ണപക്ഷം അഥവാ കറുത്തപക്ഷം, അല്ലെ ശുക്ലപക്ഷം, വെളുത്തപക്ഷം. അപ്പോൾ 2 പക്ഷത്തിൽ നമുക്ക് ഓരോ ഏകാദശി. ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി ദേവന്മാരുടെ സന്തോഷത്തിന്, കറുത്തപക്ഷത്തിൽ വരുന്നത് പിതൃക്കളുടെ സന്തോഷത്തിന്. അപ്പോൾ ഇനി ഏകാദശിയെക്കുറിച്ചും വരും സംശയം. 2 ദിവസം ഏകാദശിയായിട്ട് വരാറുണ്ട്. ഭൂരിപക്ഷ ഏകാദശി, ആനന്ദപക്ഷ ഏകാദശി. ഭൂരിപക്ഷ ഏകാദശിക്കാർ സൂര്യോദയം മുതൽ, ഇന്നിപ്പോൾ 6 മണിക്ക് സൂര്യോദയം ആരംഭിച്ചുവെങ്കിൽ നാളെ 6 മണിക്ക് സൂര്യോദയം വരെയുള്ള സമയമാണ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ ആനന്ദപക്ഷക്കാർ അരുണോദയം മുതൽ, അതായത് സൂര്യോദയത്തിന് മുമ്പ് കുറച്ച് ദിവസം, ദശമി സ്പർശം ഇല്ലാതെ വരണം, അങ്ങനെയുള്ള ഏകാദശിയാണ്. കാരണം ഏകാദശി ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്,
ഏകാദശി പാരണ വീടുമ്പോൾ എത്ര അളവ് വെള്ളം വയ്ക്കണം, എത്ര തുളസി തീർത്ഥം ഇടണം, എത്ര നേരം വെള്ളത്തിൽ കിടക്കണം. ആദ്യം എനിക്ക് എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് തോന്നി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഏകാദശിയോടനുബന്ധിച്ച് അതായത് 24 ഏകാദശി, അതുപോലെ ചില വർഷങ്ങളിൽ അതിമാസം വരുമ്പോൾ 26 ഏകാദശി സർവ്വഫലപ്രദ. അപ്പം ഇത് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലർ ചോദിച്ചപ്പോൾ ന്യൂ ജനറേഷൻസ് ഈ ഏകാദശി നോക്കിക്കഴിഞ്ഞാലുള്ള മഹത്വത്തെ ഒരു ചെറിയ കഥയിലൂടെ അവതരിപ്പിക്കും. ഇത് കേട്ടപ്പോൾ ന്യൂ ജനറേഷൻസ് ഒരുപാട് പേര് ഏകാദശി നോക്കുന്നു. അപ്പോൾ പുതിയ ന്യൂ ജനറേഷൻസ് ആണ് ചോദിക്കുന്നത്, എത്ര അളവ് വെള്ളം വെക്കണം, എത്ര തുളസി ഇടണം, എത്ര നേരം വെള്ളത്തിൽ കിടക്കണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് ഏകാദശി നോക്കുന്നു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയം, എന്താ ഏകാദശി? പഞ്ചേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, മനസ്സ് 11 ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശങ്കരമംഗലത്ത് അല്ലേ, ശ്രീവല്ലഭൻ്റെ പരമഭക്ത നാരായണ ഭട്ടതിരിയുടെ പത്നിയായ ശ്രീദേവി അന്തർജനം, സന്താനമില്ലായിരുന്നു, ശ്രീവല്ലഭനെ ഉപാസന ചെയ്തു. ദ്വാദശിക്ക് ഒരു ഉണ്ണിക്ക് കൊടുത്തിട്ട് വേണം പാരണ വീടാൻ. ആരും വരാനില്ല തുകലാസുരനെ പേടിച്ച്. പക്ഷേ ശ്രീവല്ലഭൻ തന്നെ ബ്രാഹ്മണ രൂപത്തിൽ വന്ന് അമ്മയുടെ ആതിഥ്യം സ്വീകരിച്ചു. അമ്മ പാളയിലാണ് ഭഗവാന് ചതുർവിഭവങ്ങൾ കൊടുത്തത്. പാള നമസ്കാരമായി. ഇന്ന് ഉപനയനം കഴിഞ്ഞൊരു കുട്ടിക്ക് പാള നമസ്കാരം, എത്രയോ ദിവസത്തെ ബുക്കിംഗ് ആണ് ശ്രീവല്ലഭൻ്റെ അവിടെ. അത്ര പ്രാധാന്യമാണ് പാള നമസ്കാരം. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ, പിന്നെ നമ്മൾക്ക് 2 അയനങ്ങളാണ്, ഉത്തരായനം, ദക്ഷിണായനം. മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം. 6 മാസം നമുക്ക് ഉത്തരായനമാണ്. പിന്നീട് കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു. 6 മാസം. അപ്പോൾ 6 മാസം ഉത്തരായനവും 6 മാസം ദക്ഷിണായനവും. ഉത്തരായന കാലത്താണ് നമ്മുടെ ക്ഷേത്രത്തിൽ, ഇപ്പോൾ വില്ലോങ്ങലത്തി എന്നപ്പോൾ അവിടെ പുനഃപ്രതിഷ്ഠയാണ്. അതുപോലെ പല ക്ഷേത്രങ്ങളിലും പുനരുദ്ധാരണങ്ങളൊക്കെ നടക്കുന്നത്. ഉപനയനാദി അല്ലേ, കുഞ്ഞുങ്ങൾക്ക് പൂണൂലൊക്കെ ഇടുന്നത് ഒക്കെ ഉത്തരായനം തുടങ്ങിയിട്ടാണ്. അപ്പം നമുക്ക് 2 അയനങ്ങൾ, ഈ സൂര്യൻ്റെ ഗതിയിലൂടെയാണ് രാത്രി പകലുകൾ, 2 പക്ഷങ്ങൾ, 2 അയനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിച്ചു. അതുപോലെ പിന്നെ ഉള്ള ഒരിതുണ്ട്, മീനമാസം 6-ാം തീയതിയും കന്നിമാസം 6-ാം തീയതിയും 24 ഡിഗ്രിയിൽ ഭൂമിയുടെ ഒരു സഞ്ചാരം വരും. അതിനെ വിഷുവൽ ദിനം എന്ന് പറയും. പലരും, എനിക്കും വളരെ തോന്നാറുണ്ട്, കണിക്കൊന്ന അല്ലേ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണിക്കൊന്ന ഇങ്ങനെ ഇലയില്ലാതെ പൂത്തു നിൽക്കുകയാണ്. ഇതിങ്ങനെ പോകുമ്പോൾ വിഷുവിന് അവിടത്തേക്ക് വയ്ക്കാനുണ്ടാകുമോ എന്ന് തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ വിഷമം മാറി. എന്തേ? നമുക്കാണ് ഏപ്രിൽ 14, ഏപ്രിൽ 15 അല്ലെ, മേടം 1, മേടം 2 ഒക്കെ വിഷു. പ്രകൃതി ഇന്നും കാലത്തിനനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വിഷുവൽ ദിനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മീനം 6-ാം തീയതി 24 ഡിഗ്രിയിൽ ആ ഗതി സഞ്ചരിക്കുന്നതനുസരിച്ച് വിഷുവൽ ദിനം തുടങ്ങി. പൂക്കട്ടെ, പ്രകൃതി നമ്മളാണ് കാലത്തിന് എതിരെ സഞ്ചരിക്കുന്നവർ. പ്രകൃതി ഇന്നും കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നു. പിന്നീട് 6 ഋതുക്കൾ അല്ലേ, 2 മാസം വീതം ഓരോ ഋതുക്കൾ. വസന്തകാലം, പൂക്കാലം അല്ലേ, എല്ലാവർക്കും അറിയാം വസന്തകാലം, പൂക്കാലം. പിന്നെ ഗ്രീഷ്മകാലം, വളരെ ചൂടുകാലം. അതുപോലെ പിന്നെ മഴക്കാലം, മഞ്ഞുകാലം, ശിശിരം. ഇതെല്ലാം 6 ഋതുക്കൾ ഉണ്ടാവാൻ കാരണവും സൂര്യൻ്റെ ഈ സഞ്ചാരം കൊണ്ടാണ് എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ വിരാട് പുരുഷ വർണ്ണനയിലൂടെ ആയാലും, ചതുർവ്യൂഹ ഉപാസനയിലൂടെ ആയാലും, സൂര്യ ഉപാസനയിലൂടെ ആയാലും നമുക്ക് ആ പരമമായ സത്യത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കണം എന്ന് സൂചിപ്പിച്ചു. പിന്നീട് ഗായത്രിയുടെ മാഹാത്മ്യം ഇല്ലേ, ഓം പൂർഭസ്വ തസ്സവൃതുവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. അത് കേട്ടാൽ തന്നെ ഗായത്രിയുടെ മഹിമ, 24 ഛന്ദസ്, 24 ഋഷിമാർ ഉള്ള ആ ഗായത്രിയുടെ മഹിമ. ദേവീഭാഗവതത്തിൽ ഗൗതമൻ്റെ ഒരു കഥ പറയുന്നുണ്ട് 12-ാമത്തെ സ്കന്ധത്തിൽ. അതായത് ഇപ്പം നല്ല സൂര്യൻ്റെ പ്രത്യേകം സൂചിപ്പിക്കേണ്ട, എന്തൊരു ചൂടാണ് അല്ലേ. 15 വർഷക്കാലം മഴ പെയ്യാതെ വന്നു. വളരെയധികം ദുഃഖങ്ങൾ ജീവജാലങ്ങൾക്ക് ഉണ്ടായി. പട്ടിണി കൊണ്ട് പലരും മരിക്കലായി, അമ്മ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കലായി. ഇങ്ങനെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെ ഭക്ഷിക്കുന്ന അവസ്ഥ, വളരെ കഷ്ടപ്പാട്. അപ്പോഴാണ് ഗായത്രി ഉപാസന ചെയ്തതായ ഗൗതമുനിയെക്കുറിച്ച് കേൾക്കുകയാണ്. എല്ലാ ബ്രാഹ്മണരും കൂടെ ഒരു തീരുമാനമെടുത്തു, ഗൗതമുനിയുടെ ആശ്രമത്തിൽ പോകാം. അങ്ങനെ ഗൗതമുനിയുടെ ആശ്രമത്തിൽ പോയി അവിടെ അങ്ങനെ താമസിച്ചു. ഗൗതമുനിയാണല്ലോ, എല്ലാവരും വരൂ, ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം വീട് പോലെ ഇവിടെ കഴിഞ്ഞോളൂ,
എന്ന് പറഞ്ഞു. ഗായത്രി ദേവിയെ ഉപാസന ചെയ്തു. ഗായത്രി ദേവി ഒരു പാത്രത്തിൽ എന്ത് വേണേ, ഭക്ഷണസാധനങ്ങൾ മാത്രമല്ല, വസ്ത്രങ്ങളും ആഭരണങ്ങളും എന്ത് വേണോ എല്ലാ ദ്രവ്യങ്ങളും കൊടുത്തു. സുഭിക്ഷമായിട്ട് ഒന്നുമില്ലാതിരുന്ന അവർ സ്വർഗസുഖം അനുഭവിച്ച് അവിടെ ജീവിച്ചു. കാലം കുറേ കഴിഞ്ഞു പോയി. മഴയൊക്കെ പെയ്തു. നമ്മുടെ നാട്ടിൽ സസ്യജാലങ്ങൾ തളിർത്തു, പൂത്തു, എല്ലാം ലഭ്യമായി എന്നറിഞ്ഞു. നാരദമഹർഷി വന്നേ, വീണ പാടി, ഗൗതമനി അങ്ങയുടെ ഗായത്രി ഉപാസന കൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് കഴിയുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്ന് വിവരങ്ങൾ പറഞ്ഞു. അതുവരെ അവരവർക്ക് ആഹാരം കഴിക്കാൻ പോലും ഇല്ലാതെ മനുഷ്യരെ തിന്നുന്ന അവസ്ഥയിൽ ഗായത്രി ഉപാസന ചെയ്ത ആ ഗൗതമനിയുടെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ് അവരെന്ത് ചെയ്തു എന്നറിയാമോ? എന്താ ചെയ്തത്? ഗൗതമനി രാവിലെ എണീറ്റ് യജ്ഞകുണ്ടത്തിൽ അങ്ങനെ ഹോമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കാതായ ഒരു വൃദ്ധ പശുവിനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി. എന്നിട്ട് യജ്ഞശാലയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോഴാണ് ശരി എന്താ, എന്നിട്ട് ഗുങ്കാരം ശബ്ദിച്ച് അതവിടെ വീഴുകയാണ്. ഒടുവിൽ ആണ്ട വലിയ ഗായത്രി ഉപാസന ചെയ്യുന്ന മഹാത്മാവ് ഇവിടെ ആണ്ടെ ഒരു പശുവിനെ കൊന്നു, ഗോഹത്യ ചെയ്തു എന്നും പറഞ്ഞ് അവർ വലിയ പ്രശ്നമാക്കി. ധ്യാനത്തിൽ ഗൗതമനിക്ക് മനസ്സിലായി എന്ത്, ഈ വന്ന ബ്രാഹ്മണർ ചെയ്ത പണിയാണെന്ന് മനസ്സിലായി. അവിടെ നിന്ന് ഗായത്രി അവരൊന്നും മിണ്ടാതെ കണ്ടിട്ട് ഗൗതമനി പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതാ കുംഭീഭാഗം നരകത്തിൽ അവിടെ വീഴട്ടെ എന്ന്. വളരെ ലജ്ജിതരായി ബ്രാഹ്മണർ ഇതിന് എന്താ പരിഹാരം എന്ന് ചോദിച്ചു. ഇല്ല, ഗായത്രി ജപിച്ചോളുക എന്ന് പറഞ്ഞു. പരിഹാരം ഒന്നു മാത്രം. ഇന്ന് ബ്രാഹ്മണ സമുദായത്തിന് ഉള്ള ഏറ്റവും, ഗായത്രി എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ അത് നിരന്തരം നമ്മളെ ത്രാണനം ചെയ്യുന്നതാണ്. ഇനി മറ്റു കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ഗായത്രി മന്ത്രത്തിൻ്റെ മഹത്വം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇനിയും ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾക്ക് മോക്ഷപ്രാപ്തി കിട്ടും. പക്ഷേ അതുവരെ ഒറ്റ ഒരു കാര്യം, ഗായത്രി മന്ത്രം ജപിക്കുക. അങ്ങനെ ഗൗതമനി പറഞ്ഞ ആ ഗായത്രി മന്ത്രം ഉപാസന ചെയ്യുന്നവർക്ക് ഈ ശാപം ഏൽക്കില്ല. അല്ലാത്ത ബ്രാഹ്മണർക്കൊക്കെ ആ ഗൗതമനിയുടെ ശാപം ഉണ്ടാകും. അതുകൊണ്ട് പൂണൂലിട്ടവരെല്ലാം ധാരാളം ഗായത്രി മന്ത്രം ജപിക്കുക എന്നൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു. അപ്പം സൂര്യനിൽ നിന്നാണ് ഇവിടെ സകല ജീവരാശികളും, വായു ഉണ്ടാകുന്നതും പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ജീവരാശികളുടെ ഉൽപ്പത്തിക്കും എല്ലാം കാരണഭൂതനായ ആ സൂര്യ ഉപാസന. അപ്പോൾ പ്രത്യക്ഷ നാരായണ മൂർത്തി തന്നെയാണ് സൂര്യഭഗവാൻ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജന്മനാട്ടിൽ ഇങ്ങനെ വന്ന് ഭഗവാനെക്കുറിച്ച് രണ്ടു വാക്ക് പറയാനായിട്ട് അവസരം തന്ന, ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.